சின்ன தூங்கிட்டேன். தூங்கிட்டா. என்னாச்சு? ஒரு மாதிரியா இருக்கீங்க? ബാക്കിയുള്ള ഒറ്റ സ്റ്റാഫിനും ബാങ്കിങ് എക്സ്പീരിയൻസ് ഇല്ല. എല്ലാം പുതിയ ആൾക്കാരാ. உங்களுக்கு எக்ஸ்பீரியன்ஸ் இருக்குல்ல? சேலம் ஆபீஸ் மேனேஜ் பண்ணதே நீங்க தானே. அப்புறம் எதுக்கு டென்ஷன்? அழகி அது வந்து ஃபினான்ஸ் கம்பெனி, இது வந்து பேங்க். ரெஸ்பான்சிபிலிட்டி எல்லாமே ரொம்ப ஜாஸ்தியா இருக்கும். ഈ പണിയറയത്തവന്മാരെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമോ എന്തോ. சொல்லி கொடுங்க எல்லாருக்கும். ஹெட் ஆபீஸ்ல இருந்து ஏதோ காசு வரும்னு சொன்னீங்கல்ல, வந்துச்சா? ഇല്ല, നാളെ വരുമായിരിക്കും. കാഷ്യർ ആരാ? ഞാനാ. ഫുൾ ക്യാഷ് എണ്ണി നോക്കിയിട്ട് സൈൻ ചെയ്ത് തരണം. മാനേജറുടെ സൈനും വേണം. ഹെഡ് ഓഫീസിലേക്കുള്ള പേപ്പേഴ്സ് ഒക്കെ റെഡി അല്ലേ? എനിക്ക് സീൽ ചെയ്ത് വേഗം കൊടുത്തു വിട്. ശരി സാർ. എത്രയുണ്ട് വിഷ്ണു? സാർ 1 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. 1 ലക്ഷോ? അത്രേ ഉള്ളൂ സാർ, ഇതിലൊരു സൈൻ വേണം. ഇവിടെ ഒരു നല്ല ആശുപത്രി കാണിച്ചൂടെ? എത്രയോ ഡോക്ടർമാരെ കാണിച്ചതാ, ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ശരിക്കും എന്താ പ്രശ്നം? ജനിച്ചപ്പോൾ തൊട്ട് ഓരോരോ അസുഖങ്ങളാ. തൊട്ടടുത്തുള്ള തോട്ടത്തിൽ എൻഡോസൾഫാൻ അടിക്കുന്നുണ്ട്. അതിൻ്റെ കുഴപ്പം കൊണ്ടാന്നാ പറഞ്ഞത്. എൻ്റെ കുഞ്ഞിക്ക് മാത്രമല്ല, ഈ നാട്ടിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും പേര് പോലും അറിയാത്ത ഓരോരോ അസുഖങ്ങളാ. ഇവളുടെ അച്ഛൻ മരിച്ചതും അസുഖം വന്നിട്ടാ. ലക്ഷ്മി, എനിക്ക് ഈ മാല പണയം വെക്കാൻ പറ്റുമോ ബാങ്കിൽ? സതി നാളെ വന്നോ ബാങ്കിലേക്ക്? ചേട്ടനോട് അക്കൗണ്ട് എന്തായാലും തുടങ്ങിയല്ലോ. ബാക്കി ഡോക്യുമെന്റ്സ് ആയിട്ട് വന്നാൽ മതി, നമുക്ക് ശരിയാക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നും പെട്ടെന്നാവില്ല സാറേ. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. വലിയ ഉപകാരം സാറേ. നമ്മൾ ഞാൻ പോയിട്ട് വരാം. സാറേ, വിജയ് സാർ പറയുന്ന പോലെ ലോണിന് വരുന്ന എല്ലാവരെയും അങ്ങനെ അങ്ങ് പറഞ്ഞു വിടാൻ പറ്റുമോ? ഹെഡ് ഓഫീസിൽ നിന്ന് അപ്രൂവൽ വരാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്ത് കാരണം പറഞ്ഞിട്ടായാലും ഒഴിവാക്കി വിട്ടേ പറ്റൂ. എത്ര കാലത്ത് വെച്ചിട്ട് എങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് ഒഴിവാക്കി വിടുന്നു സാർ? എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. അത് വരാളെ വെച്ചത്. ഹലോ ചേട്ടാ, ഈ സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചതാ. ആര്? ഞാൻ. ആരും പറഞ്ഞില്ലല്ലോ. ഈടെ ഒരു തൂവാലിട്ടേ കണ്ടില്ലേ? തൂവാല്? കർച്ചീഫ്. കണ്ടില്ല. അത് ഓള് വെച്ചിട്ട് പോയത്. ഇറങ്ങേ, ഇറങ്ങിക്കൊടുക്ക്. തുറ. ഏട്ടാ, ജീപ്പ് നിർത്തി. പശുവിന്റെ ലോൺ വേണമെങ്കിൽ ആദ്യം അക്കൗണ്ട് തുടങ്ങണം. അതിനെന്താ വേണ്ടേ? ID കാർഡ് ഉണ്ടോ? ഇല്ല.
ഫോട്ടോ ഉണ്ടോ? പശുവിന്റെ ആണോ? പശുവിന്റെ ഫോട്ടോ കിട്ടി നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല. നിങ്ങളെ ഫോട്ടോ വേണം. വലിയ ഫോട്ടോ ആണോ? അതിവിടെ ചുമരുമ്പ് തൂക്കാളല്ല, ഇതിൽ ഒട്ടിക്കാനുള്ള ചെറിയ ഫോട്ടോ മതി. പാസ്പോർട്ട്. ലക്ഷ്മി മോർണിംഗ്. ഹലോ ഹലോ, എപ്പോഴീ ബ്രാഞ്ച് തുടങ്ങിയത്? 3 ദിവസമായി. എന്താ അക്കൗണ്ട് തുടങ്ങാനാണോ? അല്ല, വെറുതെ കയറിയതാ. ഓ, ഞാൻ ഈ ബാങ്കിന്റെ ടെസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ പാസ്സായിട്ടിരിക്കുവാണ്. ആഹാ. അപ്പോയിൻമെന്റ് ആയോ? ഇല്ല, ഇന്റർവ്യൂ എന്നല്ല, ബാംഗ്ലൂർ വെച്ചായിരുന്നു. ഇവിടെ അടുത്താ താമസിക്കുന്നത്? ആ, അതെ. ശരി, വരുന്നു. ശരി. ലക്ഷ്മി, അതെ, ഇവിടെ ജോലി കിട്ടാൻ വല്ല ടെസ്റ്റും എഴുതിയിരുന്നു? ഇല്ല, ഇത് റൂറൽ ബ്രാഞ്ച് ആയതുകൊണ്ട് നമ്മുടെ എല്ലാവരെയും സ്പെഷ്യൽ അപ്പോയിൻമെന്റ് ആണെന്ന് എന്നോട് പറഞ്ഞു.